ഛത്തീസ്ഗഡിലെ 11 സീറ്റിൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ തവണ ബി.ജെ.പി 9 സീറ്റ് നേടിയ ഇടത്ത് ഇത്തവണ എന്ത് സംഭവിക്കും? ഇന്ത്യ മുന്നണിക്ക് അവിടെ പ്രതീക്ഷിക്കാൻ വല്ലതുമുണ്ടോ? ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണയും കോൺഗ്രസിന്റെ ഭരണം ഇരിക്കുമ്പോൾ തന്നെയാണ് ഛത്തീസ്ഗഡിൽ NDA ഒരു വലിയ വിജയം നേടിയത്. ഏറെക്കുറെ സമ്പൂർണ്ണമെന്ന് പറയാവുന്ന ഒരു വിജയത്തിലേക്ക് അവർ നേടിയെടുത്തത്. ഇത്തവണയും ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം NDA മുന്നണി 6 മുതൽ 11 സീറ്റുകൾ വരെ അവർ ഉറപ്പിക്കുന്നു. 11 സീറ്റുകളും അവർക്ക് തന്നെ ലഭിക്കും. സമ്പൂർണ്ണ വിജയത്തിലേക്ക് അവർ എത്തും എന്നുള്ളത് 11 സീറ്റുകളാണുള്ളത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോഴും അവിടെ ഈ പറയുന്നത് പോലെ അവിടെയും കാര്യമായ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നെങ്കിലും സീറ്റ് ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം എന്ന് പോലും അവർ കണക്കൂട്ടുന്നുണ്ട്. അവിടെ ഛത്തീസ്ഗഡിൽ ചിലപ്പോൾ ഒരു സീറ്റും ലഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഛത്തീസ്ഗഡിലുണ്ട്. BJP വളരെ മുൻകൂട്ടി തന്നെ അവിടെ സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിക്കുകയും അവിടുത്തെ ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ ജാതി സമവാക്യങ്ങളെല്ലാം പാലിക്കപ്പെടുന്ന രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രത്യേകമായി പരിശോധിക്കുന്നു. മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിലടക്കം അത് പരിശോധിക്കുന്നു. ആ മന്ത്രിസഭയെക്കുറിച്ച് അങ്ങനെ കാര്യമായ എതിരഭിപ്രായങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഛത്തീസ്ഗഡിൽ BJPക്ക് അങ്ങനെ ഒരു കോൺഗ്രസ് ആ തിരിച്ചടിയിൽ നിന്ന് ഇപ്പോഴും കോൺഗ്രസിന് ഒരു ബാഗേൽ സർക്കാരിന്റെ തിരിച്ചടിയിൽ നിന്ന് പൂർണ്ണമായും തിരിച്ചു വരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഹരിയാനയിലെ 10 സീറ്റ് കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയം നേടിയ സംസ്ഥാനമാണ് ഹരിയാന. അവിടെ BJP ഇപ്പോൾ 3 മുതൽ 8 വരെ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം ഒരു സമ്പൂർണ്ണ വിജയം അവിടെ ഉണ്ടാവില്ല എന്ന് NDA ക്യാമ്പ് തന്നെ ഭയക്കുന്നു. 2 ഭരണവിരുദ്ധ വികാരം ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്ന പേടിയായിരിക്കാം. അവിടെ രണ്ട് വിഷയങ്ങളാണ് അവിടെ BJPക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുള്ളത്. പക്ഷേ ഈ തിരിച്ചടിയാൻ സാധ്യതയുള്ളത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയമായിരുന്നു. 10 സീറ്റും നേടിയത് ഹരിയാനയിൽ BJP ആണ്. അവിടെ നിന്ന് BJPക്ക് കർഷക സമരത്തിന് ഈ പറയുന്ന പോലെ പഞ്ചാബ്, ഹരിയാന, പശ്ചിമ UP എന്നുള്ളതാണ്. അതിൽ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങൾ നിർണായകമാണ്. അവിടുത്തെ BJPക്ക് ഒപ്പം നിന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി ദുഷ്യന്ത് ചൗത്താലയുടെ പാർട്ടി ഇപ്പോൾ BJP വിട്ടുപോയിരിക്കുന്നു. സ്വാഭാവികമായും ദുഷ്യന്ത് ചൗത്താലയുടെ പാർട്ടി ശ്രമിക്കുക BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള അജണ്ടയിലേക്കാണ് അവർ നിൽക്കുന്നത്. സ്വാഭാവികമായും ഇതിന്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ്. കോൺഗ്രസിനുള്ളിലാണെങ്കിൽ വലിയ തോതിലുള്ള ഐക്യമൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിലേക്ക് ദേശീയ നേതൃത്വം തന്നെ ഹരിയാനയിൽ വേണമെങ്കിൽ പിടിച്ചാൽ തിരിച്ചു കിട്ടാനുള്ള സംസ്ഥാനമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് ആ ശക്തമായ വേരുള്ള സംസ്ഥാനമാണ്. അവിടെ നിന്ന് ക്യാപ്റ്റൻ പോയിട്ട് പോലും അവർക്ക് അവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവർ സഖ്യത്തിലേക്ക് വരാമെന്ന് അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമെന്ന് ദുഷ്യന്ത് ചൗത്താല പറയുമ്പോൾ പോലും അതിന് മുതിരുന്നില്ല. ദുഷ്യന്ത് ചൗത്താല ആ ഒരു പരീക്ഷണത്തിന് മുതിരാത്തത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി വീണ്ടും BJPക്ക് ഒരു വിജയം ഉണ്ടാവരുത്. ഡൽഹിയിലേക്ക് 7 സീറ്റും BJPക്കായിരുന്നു. പക്ഷേ 4 മുതൽ 7 വരെ ഒരു പക്ഷേ ഒരു തിരിച്ചടി ഉണ്ടാകാം. 3 സീറ്റ് നഷ്ടപ്പെടാമെന്ന് NDA ക്യാമ്പ് കരുതുന്നു. ഒരു പക്ഷേ അവിടെ AAP സീറ്റുകൾ നേടിയേക്കാമെന്ന സാഹചര്യം NDAയും കൂടി മുൻകൂട്ടി കാണുന്നുണ്ട് എന്നതാണ്. NDA കാണാനുള്ള NDA ഇപ്പോഴും, പക്ഷേ NDAയുടെ ഒരു ഉറച്ച പ്രതീക്ഷ 7 തന്നെ കിട്ടും എന്നുള്ളത് തന്നെയാണ് ആ ഒരു പ്രതീക്ഷ. ഇനിയൊരു കെജ്രിവാളിന്റെ അറസ്റ്റിനെ, കെജ്രിവാൾ എന്ന് പറയുന്നത് വ്യക്തിപരമായ ഡൽഹി നിവാസികളുടെ ഒരു വികാരമായതുകൊണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റ് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ബാധിച്ചാൽ പോലും 4 സീറ്റിൽ ഉറപ്പായി വിജയിക്കാൻ കഴിയുമെന്ന് BJP കണക്കുകൂട്ടുന്നുണ്ട് എന്നതുകൂടി കാണണം. ഇനി അതല്ല, മറിച്ച് ഇന്ത്യ മുന്നണിയുടെ പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയിൽ ഈ 2 മുതൽ 7 സീറ്റുകൾ വരെ അവർക്ക് നേടാം. എങ്ങനെയൊക്കെ ആയാലും 2 സീറ്റ് കൂടി നേടിയിരിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഡൽഹിയിലെ സജീവമായി പ്രവർത്തിക്കുന്ന നേതാക്കളടക്കം ഉറപ്പിച്ചു പറയുന്നത്. നമുക്ക് 1 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. എന്താണ് ഈ ആകെയുള്ള ഇതുവരെയുള്ള സാഹചര്യം? ഇത്രയും സ്റ്റേറ്റുകൾ പരിശോധിക്കുമ്പോഴുള്ള ആകെയുള്ള സാഹചര്യം എന്താണ് എന്ന് നോക്കാം. NDAക്ക് 193 മുതൽ 340 വരെ സീറ്റുകൾ ഇത്രയും സംസ്ഥാനങ്ങളിലെ സീറ്റുകളിൽ നിന്ന് ലഭിക്കാം എന്ന് അവർ കരുതുകയാണ്. ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു 140 നിന്ന് 276. ഇനിയും ഒരു കാര്യം കൂടി ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്. ആ സംസ്ഥാനങ്ങളുടെ കണക്കുകൾ കൂടി നോക്കുമ്പോൾ ഏകദേശം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. അരുണാചൽ പ്രദേശ് വരുന്നുണ്ട്, അരുണാചൽ പ്രദേശ് വരുന്നുണ്ട്, ഗോവ വരുന്നുണ്ട്, മണിപ്പൂർ, മേഘാലയ, ത്രിപുര, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, പുതുച്ചേരി, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളെല്ലാം കുറേ വരുന്നുണ്ട്. 1-2 സീറ്റുകളുള്ള 2-3 സീറ്റുകളുള്ള സംസ്ഥാനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ 20 സീറ്റുകൾ വരുന്നുണ്ട്, ഉത്തരാഖണ്ഡിലെ 4 സീറ്റ് വരുന്നുണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിലെ സീറ്റുകൾ വരുന്നുണ്ട്, ഹിമാചൽ പ്രദേശിലെ 4 സീറ്റുകൾ വരുന്നുണ്ട്. ഇവിടുത്തേക്ക് ഒരു ശരാശരി കണക്ക് ഈ പാർട്ടികളുടെ കണക്കുകൾ കൂടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം NDA മുന്നണി കണക്കുകൂട്ടുന്നത് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ 55 സീറ്റുകൾ വരെ അവർക്ക് ലഭിക്കാമെന്ന് കണക്കുകൂട്ടുന്നു. ഇന്ത്യ മുന്നണിയാണെങ്കിൽ 40 സീറ്റ് വരെ ലഭിക്കാമെന്ന് കണക്കുകൂട്ടുന്നു. ഇവർ രണ്ടുപേരുടെയും ഒരു ശരാശരി കണക്കിൻ്റെയാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെ ചെറിയ സംസ്ഥാനങ്ങളിൽ കൃത്യമായ കണക്കുകൾ എടുക്കുക പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു ശരാശരി കണക്കെടുത്തിരിക്കുന്നത്. 55 മുതൽ 40 സീറ്റുകളുടെ അങ്ങനെ സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ
ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് 340 കഴിഞ്ഞിട്ട് അവർക്ക് 395 സീറ്റുകൾ വരെ 400 മാർക്ക് കടന്നില്ലെങ്കിൽ 400 പാർ എത്തില്ലെങ്കിലും 400 സീറ്റിൽ 395 എന്ന് പറയുന്നത് അപ്പോൾ അതുവരെ എത്താനുള്ള സാധ്യത BJPയും NDAയും കണക്ക് കൂട്ടുന്നുണ്ട്. 395 എന്ന് പറയുന്നത് ഒരു വലിയ കണക്ക് തന്നെയാണ്. അവിടെ വരെ എത്താം. അങ്ങനെയല്ല ഏറ്റവും കനത്ത തിരിച്ചടി ഉണ്ടായാലും അവർക്ക് ഉണ്ടാകാൻ കഴിയുന്നതിലും ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലുണ്ടായാലും അവർ കണക്കൂട്ടുന്ന ഏറ്റവും കുറവ് 248 ആണെന്ന് ആലോചിക്കണം. ആ 248 എന്ന് പറയുന്നത് അവർക്കുണ്ട്. ആ 248 10% കൂടിയാൽ പോലും ഇത് ടോട്ടൽ കണക്കല്ലേ പറഞ്ഞത്. ആരെ വിളിച്ച് പറയണം, ബിജെപിക്ക് പോലും ആ ഒരു കാൽക്കുലേഷൻ ഇല്ല. 10% കണക്ക് കൂടിയാൽ പോലും ഏറ്റവും മോശപ്പെട്ട കണക്ക് രാഷ്ട്രീയ പാർട്ടി കണക്കൂട്ടുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് 10 സീറ്റ് കിട്ടാം, എങ്ങനെയൊക്കെ പോയാലും 5 സീറ്റ് എന്ന് വെച്ചാൽ അത് 100% വിജയം ഉറപ്പുള്ള സീറ്റുകൾ എന്നുള്ളതാണ്. 100% ഉറപ്പുള്ള സീറ്റുകൾ എന്ന് പറയുമ്പോൾ അത് 248 എന്നൊക്കെ പറയുമ്പോൾ 273 കടക്കാൻ അവരുടെ BJPയുടെ കണക്കൂട്ടലിൽ ഏത് മോശം സാഹചര്യത്തിലും കടക്കാം എന്നുള്ളത് തന്നെ കണക്കൂട്ട് വരുന്നു. ഇന്ത്യ മുന്നണിയുടെ സാഹചര്യത്തിലാണെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായ ഒരു തരംഗമോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമോ ഉണ്ടെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ വേണമെങ്കിൽ ഈ അവരുടെ കണക്ക് പ്രകാരം 316 വരെ ഏറ്റവും വലിയ വിജയം ഇവരെല്ലായിടത്തും പ്രതീക്ഷിക്കുന്ന വലിയ വിജയം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത്. നിൽക്കേണ്ടി വരും എന്നുള്ളത് കൂടിയാണ്. 200 താഴേക്ക് പോകും എന്നുള്ളത് കൂടി കാണണം. അവരുടെ ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ കണക്ക് കൂട്ടലുകളാണ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചത്. കുറച്ചുകൂടി വ്യക്തമായ ചിത്രം നാളെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ലഭ്യമാകും. ഈ സമയമാകുമ്പോഴേക്ക് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്താകും രാജ്യത്തെ ചിത്രമെന്ന ഒരു കണക്കുകൂട്ടൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി നാളെ ലഭിക്കും എന്നതാണ്. എന്തായാലും വിപുലമായ സജ്ജീകരണങ്ങൾ ന്യൂസ് 18 ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ ദേശീയ ചാനൽ ആയതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകർക്ക് ലഭ്യമാകും. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.